ഓൺട്രപ്രണർഷിപ്പിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്നും ഫണ്ടാണ്. തുടങ്ങാനും ബ്രേക്ക് ഈവൻ ആകുന്നതുവരെ നടത്തിക്കൊണ്ടുപോകാനും ഫണ്ട് വേണ്ടിവരും. എങ്ങനെയും കടം മേടിച്ചും ബിസിനസ് തുടങ്ങുന്ന കാലം കഴിഞ്ഞു. ഓൾ അബൌട്ട് ഫണ്ട് റേസിംഗ്. ഇതാണ് ഒരു ഓൺട്രപ്രണറിന് അറിയേണ്ടത്. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തുള്ള ആദ്യ വെല്ലുവിളിയും സെക്യൂറായ ഫണ്ടിംഗ് എവിടെ നിന്ന് കിട്ടുമെന്നത് സംബന്ധിച്ചാണ്. ഹെഡ് സ്റ്റാർട്ട് സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് സാറ്റർഡേ ഡിസ്കസ് ചെയ്തതും ഫണ്ട് റേസിംഗിനെ കുറിച്ചാണ്. ഓണർഷിപ്പ് ഡൈല്യൂട്ട് ആകാതെ എങ്ങനെ സ്മാർട്ടായി ഫണ്ട് കൊണ്ടുവരാനാകും? ഒരു സംരംഭകൻ അറിഞ്ഞിരിക്കേണ്ട ബാലപാഠം ഈ സ്ട്രാറ്റജിയാണ്. ഫണ്ടിങ്ങിന്റെ ആവശ്യകതയും വ്യത്യസ്ത തരത്തിലുള്ള ഫണ്ടിങ്ങിനെക്കുറിച്ചും പുതു സംരംഭകർക്ക് വലിയ അറിവ് പകരുന്നതായിരുന്നു സ്റ്റാർട്ടപ്പ് സാറ്റർഡേയിലെ ചർച്ച. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് വളരെയധികം വളർച്ച നേടാൻ സാധിക്കുന്ന ബിസിനസ് സംരംഭങ്ങളാണ് പൊതുവെ നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പലതരം ബിസിനസ്സുകളുണ്ട്. നിങ്ങളുടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ എത്തരത്തിലാണ് ഇരിക്കുന്നത്, അങ്ങനെയെങ്കിൽ അതിലുള്ള ഇൻവെസ്റ്റേഴ്സ് എവിടെ നിന്നൊക്കെയാണ് തേടി കണ്ടെത്താൻ സാധിക്കുക, അവരെങ്ങനെ സമീപിക്കുക, അപ്രോച്ച് ചെയ്യുക, ഇത്തരത്തിൽ എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ നേടാനാകും, അല്ലെങ്കിൽ അതിനെങ്ങനെ സമീപിക്കണം എന്നുള്ള ഒരു തുടക്കക്കാർക്കുള്ള വളരെ നല്ലൊരു മാർഗ്ഗനിർദ്ദേശമായിട്ടാണ് ഇന്നത്തെ എല്ലാ ചർച്ചകളും ഡിസ്കഷൻസ് പൊയ്ക്കൊണ്ടിരുന്നത്. ക്ലൗഡ് ഫണ്ടിങ്ങും വെഞ്ചർ ക്യാപിറ്റലും ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റും സംരംഭകർക്ക് ലഭിക്കാവുന്ന ലോണുകളെക്കുറിച്ചുമെല്ലാം വ്യത്യസ്ത മേഖലയിലുള്ളവർ സംസാരിച്ചു. കേരളത്തിൽ കൊച്ചി ഇൻഫോ പാർക്കിലും കോഴിക്കോട്ട് IIM-ലുമായിരുന്നു സ്റ്റാർട്ടപ്പ് സാറ്റർഡേ. നവസംരംഭകർക്ക് ഒത്തുചേരാനുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾ പുതിയ തൊഴിൽ സാധ്യതയും ബിസിനസ്സും കൊണ്ടുവരാൻ സഹായിക്കുന്നു. ചിലപ്പോൾ കോഫൗണ്ടേഴ്സിനെ വരെ കണ്ടെത്താൻ കഴിയും. സ്റ്റാർട്ടപ്സിനെയും ഓൺട്രപ്രണേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരികയും ഒരു പർട്ടിക്കുലർ ടോപ്പിക്, ഒരു പർട്ടിക്കുലർ തീമിലുള്ള പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യുക, അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള സൊല്യൂഷൻസ് മറ്റ് ഓൺട്രപ്രണേഴ്സിന് ഷെയർ ചെയ്യുക, ലേണിങ്സ് കിട്ടുക, നെറ്റ്വർക്ക് ചെയ്യുക, പ്രോബബ്ലി ഒരു കസ്റ്റമറിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഈവൻ കോ-ഫൗണ്ടേഴ്സിനെ വരെ ഇവിടെ വന്ന് ആൾക്കാരെ മീറ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നടപടിക്രമങ്ങൾക്കായി സമയം നഷ്ടപ്പെടുന്നതും ഇക്വിറ്റി ഡൈല്യൂഷനെ കുറിച്ചുള്ള ആശങ്കയും പലരെയും ഫണ്ടിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ ഭയപ്പെടുത്തുന്നുണ്ട്. 3 ഇയർ മുമ്പ് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫണ്ടിങ്ങിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഫോർച്യുനേറ്റ്ലി ഒരു 1.5 വർഷം മുമ്പ് ഞാനൊരു സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടായി. അപ്പോൾ എൻ്റെ കൂടെയുള്ള വേറെ സ്റ്റാർട്ടപ്സ് ഫണ്ട് റേസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അങ്ങനത്തെ പ്രോസസ് എല്ലാം ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്തായിരുന്നു. ഒരിക്കൽ ഞങ്ങൾക്കൊരു സിറ്റുവേഷനിൽ കേരളത്തിൻ്റെ പുറത്തോട്ട് പോകണം, ഗ്രോ ചെയ്യണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡിമാൻഡ് വന്ന സമയത്ത് എനിക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ പാർട്ടായതുകൊണ്ട് ഈസി ആയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റി. അപ്പോൾ യൂസിങ് ദാറ്റ് ഫണ്ട് ഞങ്ങൾക്ക് ഇപ്പം അക്രോസ് ദ ഇന്ത്യ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നു. ബൂട്ട്സ്ട്രാപ്പ് ബിസിനസ്സിൽ തുടങ്ങി ഫണ്ടിങ്ങിന്റെ സാധ്യതകൾ അറിഞ്ഞ് പുതിയ ദിശയിലേക്ക് പ്രൊഡക്റ്റിനെയും സർവീസിനെയും കൊണ്ടുപോയവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു.